പലപ്പോഴും ഈ സ്പാർക്ക് പോവുക എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ വരുന്ന സമയത്തേക്ക് നമ്മളുടെ ലൈഫിലെ ഇൻട്രസ്റ്റ് ഇല്ലേ, നമ്മളുടെ ലൈഫിലെ ഗോള്, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും നമ്മൾ ഈ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സിറ്റുവേഷനിൽ നിന്ന് അതേ സ്ഥാനത്തായിരിക്കില്ല നമ്മൾ കുറച്ച് ഇയേഴ്സ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഫ്യൂ ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള നമ്മളുടെ ഒരു പ്ലേസ്മെൻറ്റ്. ആ സമയത്ത് നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളുടെ കൂടെ അതേപോലെ ട്രാവൽ ചെയ്ത് വന്നിട്ടില്ലേ, അതോ അയാളുടെ ഡയറക്ഷൻ വേറെ ആയി പോയിട്ടുണ്ടോ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലേ, ഇപ്പോഴും നിങ്ങൾ ആ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുള്ള അതേ ആളെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണോ ഇപ്പോഴും ബിഹേവ് ചെയ്യുന്നത്, ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതാണ്. അവരുടെ ഇഷ്ടങ്ങൾ മാറിയിട്ടുണ്ടോ, ഇൻട്രസ്റ്റുകൾ മാറിയിട്ടുണ്ടോ, അവരുടെ പാഷനിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ, കരിയറിൽ അവർക്ക് എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടോ, ഫാമിലി മാറ്റേഴ്സിൽ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ, ഇതെല്ലാം മ്യൂച്വലി ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാതെ പോകുമ്പോൾ, മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ് കുറയുമ്പോൾ, എന്നെ മനസ്സിലാക്കാത്ത ഒരാളാണെന്ന് വരുമ്പോൾ അത് ഷെയർ ചെയ്യാനുള്ളൊരു സ്പേസ് ഇല്ലാതെ ആകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേഷൻ കുറയുന്നു, ഷെയർ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കുറയുന്നു. ഇയാളുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവനവൻ്റെ കാര്യം ഞാൻ നോക്കി പോയാൽ കൊള്ളാം എന്നുള്ള രൂപത്തിലേക്ക് വരുന്നു. അപ്പോഴത്തേക്കും നമ്മളുടെ സ്പാർക്കൊക്കെ ഉണ്ടാവണമെങ്കിൽ രണ്ടാളും ഉണ്ടാവണ്ടേ. രണ്ടാൾ രണ്ട് വേൾഡിലായി പോയി കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല.